ഹായ് ഓൾ, നമ്മൾ ഹെഡ്സ് ഓഫ് ഇൻകത്തിലെ ഫസ്റ്റ് ഹെഡിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് സാലറീസ്. സോ സാലറി ഹെഡിൽ നമ്മൾ രണ്ട് സെഷനായിട്ടാണ് കവർ ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു സെഷനിൽ സാലറീസ്, ഫസ്റ്റ് സെഷനിൽ നമ്മൾ കവർ ചെയ്യുന്നത് സാലറി എന്താണെന്നുള്ളത്, ദെൻ സെക്ഷൻ 15 ചാർജബിലിറ്റി, then section 16 salary deduction ആണ് section 16, then section 17 subsection 1 salary definition, then section 17 subsection 3 profit in lieu of salary, then നമ്മൾ എക്സാമ്പിൾ ഇൻകത്തിൽ പറഞ്ഞിട്ടാണ് കുറേ 10 സബ്സെക്ഷൻ കുറേ സെക്ഷൻസ് സാലറി ഡിസ്കസ് ചെയ്യുന്നു. അതിൻ്റെ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 10 സബ്സെക്ഷൻ 10 ഗ്രാറ്റുവിറ്റി, സെക്ഷൻ 10 subsection 10A പെൻഷൻ, കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയാം, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ സെക്ഷൻ 10 subsection 10AA ലീവ് എൻകാഷ്മെന്റ് അല്ലെങ്കിൽ ലീവ് സാലറി, സെക്ഷൻ 10 subsection 5 റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ, സെക്ഷൻ 10 subsection 10C, സെക്ഷൻ 10 subsection 10C VRS receipt from വോളണ്ടറി റിട്ടയർമെന്റ് റെസീറ്റ് അല്ലെങ്കിൽ VRS എടുക്കുമ്പോൾ കിട്ടുന്ന റെസീറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സെക്ഷനാണ് 10 സബ്സെക്ഷൻ. നമുക്ക് എത്ര എക്സംഷൻ ഉണ്ടെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 10 subsection 10C. ദെൻ സെക്ഷൻ 10 subsection 12, സെക്ഷൻ 10 subsection 13, ദെൻ സെക്ഷൻ 10 subsection 13A വെരി ഇമ്പോർട്ടൻറ്റ്, HRA ഹൗസ് റെന്റ് അലവൻസ്, സെക്ഷൻ 10 subsection 13A, section 10 subsection 14K. ഇവിടെ 10 subsection 11 കൂടെ നമ്മൾ സൂപ്പറാനുവേഷൻ ഫണ്ടിന് അതുകൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 10 subsection 11K, section 10 subsection 11. സോ പിന്നീട് വരുന്നത് പെർക്വിസിറ്റ്സ്. നമ്മുടെ സെക്കൻഡ് ഒരു സെഷനിലായിരിക്കും, സെക്കൻഡ് പാർട്ടിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കറസ്പോണ്ടിങ് പ്രോബ്ലംസ് നമ്മൾ ഇവിടെ തന്നെ സോൾവ് ചെയ്യും. ദെൻ സെക്കൻഡ് ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, section 17 subsection 2 perquisites, then section 10 subsection 5, section 10 subsection 5 leave travel concession, then section 10 subsection 7 are discussed here, section 10 subsection 10 CC. So ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെക്കൻഡ് ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ സെക്കൻഡ് സെഷനിലായിരിക്കും. സോ ഫസ്റ്റ് സെഷൻ നമ്മൾ സാലറി എന്താണ്, ദെൻ സാലറി ചാർജബിലിറ്റി, then deduction, then 17(1), 17 subsection 3, 10 subsection A, 10 subsection section 10 subsection 10A, then 10 subsection 10AA, 10 subsection 5 നമ്മൾ ഇവിടെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. 10 subsection ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന 10 subsection 10B ആണ്, 10 subsection 10B. section 10 subsection 10B. Okay. So now a brief introduction നമുക്ക് start ചെയ്യാം. Just one introduction. An amount received by an individual shall be treated as salary only if the relation between the payer and payee is that of employer and employee or master or son. That means മിസ്റ്റർ എ മിസ്റ്റർ ബിക്ക് ഒരു എമൗണ്ട് കൊടുത്തു. സോ ഇത് സാലറി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ഇത് സാലറി ഉണ്ടെങ്കിൽ മിസ്റ്റർ എ ആരായിരിക്കണം, എംപ്ലോയർ ആയിരിക്കണം. മിസ്റ്റർ ബി ആരായിരിക്കണം, ഈ പറഞ്ഞ എംപ്ലോയറുടെ എംപ്ലോയി. ദാറ്റ് മീൻസ് എംപ്ലോയർ റിലേഷൻഷിപ്പിൽ കൊടുക്കുന്ന പേയ്മെന്റ്സിനാണ് എന്ത് പറയുന്നത്, സാലറി. ഓക്കെ, സോ ജസ്റ്റ് നോക്കാം. അൻ ഏജന്റ്, ഏജന്റ് ഈസ് നോട്ട് ആൻ എംപ്ലോയി. ഏജന്റിനെ എപ്പോഴും എന്തായിട്ട് കൂട്ടാൻ വേണ്ടിയില്ല, ഒരു എംപ്ലോയിയുടെ ഡയറക്ടർ. സോ കമ്പനീസിനൊക്കെ ഡയറക്ടേഴ്സ് ഉണ്ട്. ഡയറക്ടർ ആക്ച്വലി എന്തല്ല, എംപ്ലോയി ഓഫ് ദ കമ്പനി അല്ല, ബട്ട് മാനേജിംഗ് ഡയറക്ടർ ഇൻ സം കേസസ്. സോ ഡേ ടു ഡേ അഫയേഴ്സിൽ ഇടപെടുന്ന ഡയറക്ടർ, മാനേജിംഗ് ഡയറക്ടർ നമുക്ക് എന്താ പറയാം. സോ മാനേജിംഗ് ഡയറക്ടർക്ക് ആ ഒരു സാലറിയുടെ പോസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ എന്തായിട്ട് വരാം, അത് ഒരു എംപ്ലോയി ആയിട്ട് വരാം. പ്രൊഫഷണൽസ് പ്രൊവൈഡിങ് സർവീസസ് ആർ നോട്ട് എംപ്ലോയീസ്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക അതെന്താണുള്ളത്. ഇപ്പം മിസ്റ്റർ എ ഒരു അല്ലെങ്കിൽ ഒരു
എൻറ്റിറ്റി. എൻറ്റിറ്റിക്ക് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ തിരിച്ചെന്ത് കിട്ടും? പേയ്മെന്റ് കിട്ടും. ദാറ്റ് മീൻസ് ഒരു പ്രൊഫഷണൽ ആണ് മിസ്റ്ററെ, ഈ പറയുന്ന എൻറ്റിറ്റിക്ക് എന്താണ് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്തു, പേയ്മെന്റ് കിട്ടും. ഓക്കെ, ഇതെന്താണ്? ഇതൊരിക്കലും എന്തല്ല, സാലറി ആകില്ല. ആക്ച്വലി ഇവിടെ പേയ്മെന്റ് കിട്ടുന്നുണ്ട്, ബട്ട് എന്തില്ല, എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ല. ഐ എം എ പ്രൊഫഷണൽ, ഐ ആം ഗിവിംഗ് എ സർവീസ്. സോ അതിനനുസരിച്ച് എനിക്ക് എന്ത് കിട്ടുന്നു? റെമ്യൂണറേഷൻ കിട്ടുന്നു. അതൊരിക്കലും എന്തിലോട്ട് വരില്ല? സാലറിയിലോട്ട് വരില്ല. സാലറി ആകില്ല. ആ പറയുന്ന ആൾ ആരും ആകില്ല, എംപ്ലോയർ. സോ മിസ്റ്റർ ബി ഇതേ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾ അവിടെ സാലറീഡ് എംപ്ലോയി ആണ്, സെയിം സർവീസ് പ്രൊവൈഡ് ചെയ്തു ആ ഒരു എൻറ്റിറ്റിക്ക്. ആ കേസിൽ എന്താവും? പേയ്മെന്റ് മിസ്റ്റർ ബി എന്തായി? എംപ്ലോയി ആണ്. സോ എംപ്ലോയർ റിലേഷൻഷിപ്പിൽ വരികയാണെങ്കിൽ സാലറീഡ് എംപ്ലോയി, ആ കിട്ടുന്ന പേയ്മെന്റ് എന്താവും? സാലറിയിൽ വരും. ഓക്കെ, സോ ദാറ്റ് മീൻസ് മെയിൻ ഇത് എന്താണ്? എംപ്ലോയർ റിലേഷൻഷിപ്പിൽ കിട്ടുന്ന പേയ്മെന്റ്സ് ആണ് എന്തിനകത്ത് കവർ ചെയ്യുന്നത്? സാലറിയിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്: സറണ്ടർ ഓഫ് സാലറി ആൻഡ് ഫോർഗോയിങ് ഓഫ് സാലറി. ശ്രദ്ധിക്കാം. Any salary surrendered by employee to the central government salary under the voluntary surrender of salary. So central government voluntary surrender of salary scheme salary surrender ചെയ്താൽ will not include. That means ഒന്ന് ശ്രദ്ധിക്കാം. സോ എൻ്റെ മന്ത്ലി 10,000 ആണ് എൻ്റെ സാലറി. നമ്മുടെ 1st April to 31st March ആയിരിക്കും നമുക്ക് അല്ലേ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മുടെ 12 months സാലറി. സോ ഇവിടെ ഫെബ്രുവരിയിലും മാർച്ചിലെയും ഞാൻ എന്ത് ചെയ്തു? വോളണ്ടറിലി സറണ്ടർ അണ്ടർ ദ വോളണ്ടറി സറണ്ടർ ഓഫ് സാലറി എന്ത് ചെയ്തു? സെൻട്രൽ ഗവൺമെന്റിന് സറണ്ടർ ബൈ ദ എംപ്ലോയി ടു സെൻട്രൽ ഗവൺമെന്റ് സാലറി സറണ്ടർ ചെയ്തു. സോ ദാറ്റ് മീൻസ് ഐ എം ഗെറ്റിംഗ് 10 months 10 into 10,000 ഒരു 1 lakh. സോ 1 lakh ആയിരിക്കും എൻ്റെ എന്ത്? ടാക്സബിൾ സാലറി അല്ലെങ്കിൽ എൻ്റെ ഗ്രോസ് സാലറി. വേറെ ഒരു സെനാരിയോ ശ്രദ്ധിക്കാം. Foregoing of salary. Once the salary is earned by the employee, it becomes taxable even if the employee subsequently waives the right to receive it. The waiver of such salary shall be treated as application of income. So foregoing of salary is an application of income. It will be taxed. Okay. So ഇവിടെ same scenario എടുക്കാം. Monthly salary of 10,000, monthly salary of 10,000. Then so ഇവിടെ ഇതേപോലെ തന്നെ February and March. Okay. സോ ഞാൻ എൻ്റെ എംപ്ലോയറോട് പറയുവാണ് 10 മാസം സാലറി ഫെബ്രുവരിയിലെ മാർച്ചിലെ എല്ലാ വർഷവും ഫെബ്രുവരിയിലെയും മാർച്ചിലെയും സാലറി വേറൊരു മിസ്റ്റർ വൈ ഇയാളുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി. സോ എംപ്ലോയറോട് ഞാൻ പറയാണ്, എംപ്ലോയർ എന്ത് ചെയ്യുന്നു? എൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പകരം ഒരു അതർ പേഴ്സന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇവിടെ എന്താണ് ആക്ച്വലി ഞാനവിടെ സർവീസ് റെൻഡർ, ദാറ്റ് മീൻസ് സാലറി കിട്ടാനുള്ള എംപ്ലോയർ റിലേഷൻഷിപ്പിൽ സർവീസ് റെൻഡർ ചെയ്തു. ആക്ച്വലി എനിക്ക് ഡ്യൂ ആയി. സോ എനിക്ക് സാലറി കിട്ടിയിട്ട് ഞാൻ വേറെ ആൾ കൊടുക്കുന്നവരും എന്താണ്? എംപ്ലോയറെ ചുമതലപ്പെടുത്തുകയാണ് അയാൾ കൊടുക്കുക. ദാറ്റ് മീൻസ് ഇതെന്താണ്? ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം. എനിക്ക് കിട്ടിയിട്ട് ഞാൻ വേറെ ആൾ കൊടുക്കുന്നതിന് പകരം എംപ്ലോയർ കൊടുക്കുന്നതായിട്ട് എംപ്ലോയറോട് ഡയറക്റ്റ് ചെയ്തു എൻ്റെ അക്കൗണ്ടിലോട്ട് ഇടേണ്ട, ആ അക്കൗണ്ടിലോട്ട് ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് സാലറി. അതെന്താണ്? എൻറ്റയർ 12 months വിൽ ബി ടാക്സ്ഡ്. സോ 12 into 10,000 ഇവിടെ എന്ത് വരും? 1,20,000 ആയിരിക്കും എന്ന് പറയുന്നത് ഈ പറയുന്ന സാലറി. സോ ഇത് രണ്ടുമാണ് ശ്രദ്ധിക്കേണ്ടത്. സാലറി ഏതാണ് സാലറിയിൽ വരുന്നത്? എക്സ് വൈക്ക് ഒരു പേയ്മെന്റ് കൊടുത്താൽ എക്സും വൈ നമ്മൾ റിലേഷൻ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ആണെങ്കിൽ എന്തിൽ വരും? ആ ഇത് സാലറിയിലായിരിക്കും നമ്മൾ ടാക്സ് ചെയ്യുന്നത്. സറണ്ടർ ഓഫ് സാലറി സെൻട്രൽ ഗവൺമെന്റ് സറണ്ടർ ചെയ്തു. വോളണ്ടറി സറണ്ടർ ഓഫ് സാലറി സ്കീമിലാണ് സാലറി സറണ്ടർ ചെയ്യുന്നെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ഫോം പാർട്ട് ഓഫ് ഗ്രോസ് സാലറി. ഇറ്റ് ഈസ് നോട്ട് എ ടാക്സബിൾ സാലറി. ഫോർഗോയിങ് ഓഫ് സാലറി മീൻസ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം. സോ എനിക്ക് സാലറി കിട്ടി, ഞാൻ അത് അപ്ലൈ ചെയ്തു, അതിന് എന്താണ് വേറൊരു രീതിയിൽ വേറെ ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്തു. ബട്ട് എനിക്ക് ഡ്യൂ ആയി, ഞാനത് കൊടുക്കുന്നതിന് പകരം എംപ്ലോയറെ കൊണ്ട് ഡയറക്റ്റ് കൊടുക്കും. അതിനായി ഇറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം ദാറ്റ് വിൽ ബി ടാക്സ്ഡ്. Then section 15 chargeability section. Income is taxable under the head salary if there is employer-employee relationship. Already നമ്മൾ ബേസിക്സിൽ പറഞ്ഞു കഴിഞ്ഞു. Salary is taxed on the basis of due or received, whichever is earlier. Salary is taxed on the basis of due or received, whichever is earlier. Okay. ഒന്ന് ശ്രദ്ധിക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു
സോ നമ്മുടെ പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്തുവരും എന്നായിരിക്കും? 1st April 2019 to 31st March 2020. എംപ്ലോയർ നോർമലി അവർ സാലറി കൊടുക്കുന്നത് നെക്സ്റ്റ് മന്ത് 5th of next month. Okay. So that means നമ്മുടെ മാർച്ചിലെ സാലറി കിട്ടുന്ന എന്നായിരിക്കും? 5th ഏപ്രിലിനായിരിക്കും മാർച്ചിലെ സാലറി കിട്ടുന്നത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് എന്താണ്? 5th April മീൻസ് എന്താണ്? അടുത്ത അസസ്മെന്റ് ഇയറിലോട്ട് പോകുന്നു. സോ അടുത്ത ഇയറിലായിരിക്കും സാലറി ടാക്സ് ചെയ്യുന്നത്. സോ 31st March വരെ ഞാൻ അവിടെ സാലറിയുടെ എംപ്ലോയി ആണ്. ഞാൻ എന്റെ സർവീസ് റെൻഡർ ചെയ്താൽ 31st March എന്ത് സംഭവിക്കും? എന്റെ സാലറി ഡ്യൂ ആവും. സോ 31st March ഓർ ആക്ച്വൽ റിസീവ് എന്താണ്? 5th April. ഏതായിരിക്കും? എന്നായിരിക്കും സാലറി ടാക്സബിൾ ആകുന്നത്? ഡ്യൂ ഓർ റിസീവ്ഡ് വിച്ചെവർ ഈസ് ഏർലിയർ. ദാറ്റ് മീൻസ് 31st March ആയിരിക്കും എന്ത് ചെയ്യുന്നത്? സാലറി ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യുന്നു. ദെൻ വേറൊരു സെനാരിയോ, മാർച്ചിലെ സാലറി ഞാൻ ഫെബ്രുവരി 28 തന്നെ വാങ്ങി. ഓക്കെ, സോ ഇതിനോട് ആവശ്യമായിട്ടുള്ളതാണ് എംപ്ലോയ്. ദാറ്റ് മീൻസ് അഡ്വാൻസ് വാങ്ങിച്ചു, അഡ്വാൻസ് സാലറി. സോ ഇവിടെ നോക്കിയാൽ എന്തായിരിക്കും? ഡ്യൂ ആകേണ്ട എന്നാണ് മാർച്ചിലെ സാലറി? 31st March. ബട്ട് ആക്ച്വലി എനിക്ക് എന്ന് കിട്ടി? 28th ഫെബ്രുവരിയിൽ തന്നെ കിട്ടിയോണ്ടായി. ഇത് വെച്ചിട്ട് എന്നായിരിക്കും? ഡ്യൂ ഓർ റിസീവ്ഡ്. ഇവിടെ വിച്ചെവർ ഈസ് എന്താണ്? റിസീവ് ചെയ്ത ഡേറ്റ് ആണ്. ദാറ്റ് മീൻസ് February 28th. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഡബിൾ എൻട്രി സിസ്റ്റം നോക്കി അറിയാം. ഇവിടെ അഡ്വാൻസ് സാലറി കൊടുത്തു മീൻസ് എന്തായിരിക്കണം? എംപ്ലോയറുടെ ബാങ്കിലോ അല്ലെങ്കിൽ ക്യാഷിലോ, നോർമലി ബാങ്കിൽ അത് റിഫ്ലക്ട് ചെയ്തിരിക്കണം. സോ അത് വെച്ച് എന്തായിരിക്കും? അന്ന് തന്നെ എൻട്രി ചെയ്തു. എന്താണ്? അവർക്ക് സാലറി കൊടുത്തു എന്നുള്ള സാലറി അക്കൗണ്ട് ടു ബാങ്ക് എന്നുള്ള ഒരു എൻട്രി അവിടെ വരും. ദാറ്റ് മീൻസ് ആ ഒരു ഡ്യൂ ആകുന്നതിന് മുമ്പ് തന്നെ കൊടുത്തു. ദാറ്റ് മീൻസ് എൻട്രി വൈസും എന്ത് തന്നെ ശരിയാകണം? ഈ പറഞ്ഞ സെക്ഷൻ 15 പ്രകാരം ഡ്യൂ അല്ലെങ്കിൽ റിസീവ്ഡ് വിച്ചെവർ ഈസ് ഏർലിയർ. സോ ഇവിടെ എന്തായിരിക്കും? എന്നാണോ ഡ്യൂ ആകുന്നത് അല്ലെങ്കിൽ എന്നാണോ റിസീവ് ചെയ്യുന്നത് അതിൽ ഏതാണോ ഏർലിയർ ഡേറ്റ്, ആ ഡേറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്? സാലറി ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യുന്നത്. ഇതാണ് സെക്ഷൻ 15 പറഞ്ഞത്. വെരി ഇമ്പോർട്ടൻറ്റ്. ഡ്യൂ ഓർ റിസീവ്ഡ് വിച്ചെവർ ഈസ് ഏർലിയർ. ദെൻ നെക്സ്റ്റ് ഒരു സാലറി കമ്പ്യൂട്ടേഷൻ ജസ്റ്റ് ഒരു ഫോർമാറ്റ് എടുത്തിരിക്കുകയാണ്. സോ എന്തൊക്കെ വരും എന്നുള്ളതാണ്. ബേസിക് സാലറി, then dearness allowance, the forming part of retirement benefit, DA forming part of salary ആകാം, DA in terms of employment ആകാം, DA not in terms of employment, commission, okay, flat commission ആകാം, commission as a percentage, ഇതൊക്കെ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. then bonus നമ്മൾ ഡിസ്കസ് ചെയ്ത് അഡ്വാൻസ് സാലറി, arrears of salary സെക്ഷൻ 8 നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. then gratuity, very important. സെക്ഷൻ 10 subsection 10 ആണ് gratuity. പെൻഷൻ സെക്ഷൻ 10 subsection 10A നമ്മൾ ഡിസ്കസ് ചെയ്യും. സെക്ഷൻ 10 subsection 10B, then leave retrenchment, leave salary. സെക്ഷൻ 10 subsection 10AA, okay, taxable allowances. So എല്ലാം പറയുന്ന സെക്ഷൻ 10 subsection 14 വരുന്നുണ്ട്. സെക്ഷൻ HRAയുടെ സെക്ഷൻ 10 subsection 13A വരുന്നുണ്ട്. പ്രൊവിഡന്റ് ഫണ്ടില് 10 subsection 11 അല്ലെങ്കിൽ 12, 13. സൂപ്പർ ആനുവേഷൻ ഫണ്ടില് സെക്ഷൻ 10 subsection 11 വരുന്നുണ്ട്. BRSല് സെക്ഷൻ 10 subsection 10C. Then perquisites നമ്മൾ സെക്കൻഡ് സെക്ഷൻ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൻ 17 subsection 2. അത് ഗ്രോസ് സാലറി കിട്ടും. ഗ്രോസ് സാലറി എന്താണ്? സെക്ഷൻ 16 പ്രകാരം ഡിഡക്ഷൻ കിട്ടുന്നതാണ് നെറ്റ് സാലറി ഓർ ടാക്സബിൾ സാലറി. നെറ്റ് സാലറി അല്ലെങ്കിൽ ടാക്സബിൾ സാലറി എന്നാണ്. സോ ഇതാണ് നമ്മുടെ ഒരു ഫോർമാറ്റ്. ഇതിൽ ഓരോന്നും ചിലപ്പോൾ ഗ്രാറ്റുവിറ്റി ആയിരിക്കും മേജറായിട്ട് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ പെൻഷൻ ആയിരിക്കാം. ഓരോന്നും വർക്ക് നോട്ടായിട്ട് നമ്മൾ കണ്ടുപിടിച്ച് ടാക്സബിൾ സാലറി അല്ലെങ്കിൽ ചോദിച്ചിരിക്കുന്ന ഗ്രോസ് സാലറി ആണെങ്കിൽ അത് കമ്പ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു ഫോർമാറ്റ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, deduction from salary. Deduction from salary. So again, deduction from salary. So very important. ഒരു അമെൻമെന്റ് ഉള്ളതുകൊണ്ട് തന്നെ വെരി ഇമ്പോർട്ടൻറ്റ്. സെക്ഷൻ 16 ആണ് പറയുന്നത് ഡിഡക്ഷൻ ഫ്രം സാലറി. അതിനകത്ത് മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സെക്ഷൻ 16 മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. സെക്ഷൻ 16 clause 1A, then section 16 clause 2, then section 16 clause 3. So clause 1A പറയുന്നത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. The
ലാസ്റ്റ് ഇയറിൽ വരെ 40,000 ആയിരുന്നു. ഈ ഇയറിൽ മുതൽ നമ്മുടെ അസസ്മെന്റ് ഇയർ മുതൽ 50,000. സോ വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് അമെൻമെന്റ്, സാലറിയിലെ ഫസ്റ്റ് അമെൻമെന്റ് ആണ് 50,000 അപ് ടു 50,000, മാക്സിമം അപ് ടു 50,000. ഓക്കെ, അപ് ടു റുപ്പീസ് 50,000. ഇവിടെ ഈ അപ് ടു എന്നുള്ള വേർഡിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? Okay, so that means amount of salary or rupees 50,000 whichever is less. So that means നമുക്കറിയാം നേരത്തെ ഒരു ചാർട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, ഗ്രോസ് സാലറി എന്നാണ് എന്ത് ചെയ്യുന്ന ഡിഡക്ഷൻ പറ്റും. സോ ഈ ഗ്രോസ് സാലറി is only 40,000. സോ ഉടനെ നമുക്ക് 50,000 ഡിഡക്ട് ചെയ്യാം, അല്ലെങ്കിൽ 10,000 റീഫണ്ട് എന്നുള്ളതല്ല. സോ 40,000 ഗ്രോസ് സാലറി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വരെ ഡിഡക്ഷൻ കിട്ടുള്ളൂ? 40,000 വരെ. സോ നമുക്ക് ഗ്രോസ് സാലറി 60,000 ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വരെ ഡിഡക്ഷൻ കിട്ടുള്ളൂ? അപ് ടു 50,000. ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓഫ് മാക്സിമം അപ് ടു 50,000 ആണ് എന്ന് പറഞ്ഞത് സെക്ഷൻ 16 ക്ലോസ് 1A. Then clause 2, 16 clause 2, very important. Entertainment allowance. Okay, allowable as deduction for government employees, for fully taxable for other employees. So government employees മാത്രമാണ് എന്ത് കിട്ടുന്നത്? ഈ പറയുന്ന പർട്ടിക്കുലർ ഡിഡക്ഷൻ കിട്ടുന്നത്. അതർ ദാൻ ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ എന്താണ്? സെക്ഷൻ 16 ക്ലോസ് 2 പ്രകാരമുള്ള എന്റർടൈൻമെന്റ് അലവൻസ് ഡിഡക്ഷൻ ഇല്ല. ഇതെന്താവും? ടാക്സബിലിറ്റി അട്രാക്റ്റീവ്. ദെൻ എത്ര എമൗണ്ട് ആണ് ഡിഡക്ഷൻ കിട്ടുന്നത്? Least of the following is allowed as. So 1/5 into basic into 1/5, then 5,000 actual entertainment allowance received. Okay, actual entertainment allowance. So actually എനിക്ക് എത്ര entertainment allowance കിട്ടി? ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ മാത്രമാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? ഈ ഡിഡക്ഷൻ കിട്ടുന്നത്. ഡിഡക്ഷൻ കിട്ടുന്നത് കണ്ടുപിടിക്കാൻ മൂന്നെണ്ണം ലീസ്റ്റ് ആണ് കിട്ടുന്നത്. ഒന്നെങ്കിൽ 1/5 into ബേസിക്, അല്ലെങ്കിൽ 5,000, then actual entertainment allowance, whichever is less. Okay, list of the following. Then next one, clause 16 clause 3. 16 clause 3 നോക്കുക. എന്താണ് 16 clause? പ്രൊഫഷണൽ ടാക്സ് അല്ലെങ്കിൽ ടാക്സ് ഓൺ എംപ്ലോയ്മെന്റ്. പ്രൊഫഷണൽ ടാക്സ് ഓർ ടാക്സ് ഓൺ എംപ്ലോയ്മെന്റ്. പ്രൊഫഷണൽ ടാക്സ് അല്ലെങ്കിൽ ടാക്സ് ഓൺ എംപ്ലോയ്മെന്റ്. Any sum paid by assessee, that means employee, on account of tax on employment is allowable as deduction. So employment tax അല്ലെങ്കിൽ പ്രൊഫഷണൽ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ പ്രൊഫഷണൽ ടാക്സ് ഈസ് പെയ്ഡ് ബൈ എംപ്ലോയർ. എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയർ ആയിരുന്നു പ്രൊഫഷണൽ ടാക്സ് അടച്ചിരിക്കുന്നെങ്കിൽ വെരി ഇമ്പോർട്ടൻറ്റ്, then the amount paid shall be included in gross salary as perquisite, and then deduction can be claimed. So that means ആദ്യം എന്ത് ചെയ്യണം? പെർക്വിസിറ്റ് ആയിട്ട് ഗ്രോസ് സാലറിയിൽ കാണിച്ചിട്ട് എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ടുവരും. ദാറ്റ് മീൻസ് നമുക്ക് എല്ലാവരും ചോദിക്കും ഇതിനകത്ത് അവിടെ അടിയൊന്നും ഇവിടെ കുറയ്ക്കും. ദാറ്റ് മീൻസ് ഫൈനൽ ആൻസർ നള്ളിഫൈ പോലെ ആണ്. ബട്ട് പ്രസന്റേഷൻ ഗ്രോസ് സാലറി അല്ല, നെറ്റ് സാലറി. സോ രണ്ടും ചോദിക്കാം എക്സാമിന്. ഗ്രോസ് സാലറി എത്രയാണ്, നെറ്റ് സാലറി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ആൻസർ അല്ല വരുന്നത്. സോ ഗ്രോസ് സാലറിയിലെ എംപ്ലോയർ ആണ് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എന്ത് പേ ചെയ്യുന്നു? പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്യുന്നത് എങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം എംപ്ലോയിയുടെ പെർക്വിസിറ്റ് ആഡ് ചെയ്തിട്ട് എവിടെ ഒന്ന് കുറയ്ക്കണം? ഡിഡക്ഷൻ. അതായത് ഗ്രോസ് സാലറി കണ്ടുപിടിച്ചിട്ട് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16, അതിനകത്ത് 16 ക്ലോസ് 3 വന്നിട്ട് പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്തിരിക്കുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് കുറയ്ക്കണം. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഫോർമാറ്റ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രോസ് സാലറി, നെറ്റ് സാലറി ചോദിക്കാറുണ്ട്. ശരിക്കും ഒത്തിരി പേർക്ക് ഡൗട്ട് വരുന്നതാണ്, ഒരുപാട് തെറ്റിക്കുന്നതാണ്. ആക്ച്വലി ഫിഗർ വൈസ് നള്ളിഫൈ ചെയ്ത് പോകും. അവിടെ ആഡ് ചെയ്യുന്നു, ഇവിടെ കുറയ്ക്കുന്നു. ഫൈനൽ ആൻസർ സെയിം ആയിരിക്കും, ബട്ട് പ്രസന്റേഷൻ അതിന് മാർക്ക് കുറയും. അങ്ങനെ ഗ്രോസ് സാലറിയും നെറ്റ് സാലറിയും രണ്ടാണ്. ബിക്കോസ് ഗ്രോസ് സാലറിയിൽ നിന്ന് ചാപ്റ്റർ 16 ഡിഡക്ഷൻ ആണ് കുറയ്ക്കുന്നത്. അല്ലാണ്ട് ചാപ്റ്റർ 16 ഡിഡക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞ് നള്ളിഫൈ ചെയ്തിട്ട് ഫിഗർ എഴുതുക അല്ല നമുക്ക് വേണ്ടത്. സോ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ്. ഓക്കെ, സ്റ്റെപ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ നെക്സ്റ്റ് വൺ സാലറി ഡെഫിനിഷൻ ആണ് 17 സബ്സെക്ഷൻ. ഓക്കെ, നമുക്ക് കിട്ടുന്നത് അവിടെ എനിക്ക് വേജ് ആണ് കിട്ടുന്നെങ്കിൽ അത് സാലറി ഇൻക്ലൂഡ് ആണ്. ആനുവിറ്റി പെൻഷൻ ഇൻക്ലൂഡഡ് ആണ്. ഗ്രാറ്റുവിറ്റി ഇൻക്ലൂഡഡ് ആണ്. Any fee or commission perquisite to profit in your salary. Advance against salary is not treated as salary. Okay, very important. Multiple choice നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അഡ്വാൻസ് സെക്ഷൻ 15 പറഞ്ഞു ഡ്യൂ ഓർ റെസീവ് whichever is salary. അഡ്വാൻസ് സാലറി is taxable as salary. അഡ്വാൻസ് അഗെയിൻസ്റ്റ് സാലറി. എന്താണ് ഈ അഡ്വാൻസ് അഗെയിൻസ്റ്റ് സാലറി? അഡ്വാൻസ് അഗെയിൻസ്റ്റ് സാലറി. സോ ഞാനവിടെ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ എൻ്റെ എംപ്ലോയറിൽ 10 വർഷമായിട്ട് വർക്ക് ചെയ്യാണ്. സോ എനിക്ക് വളരെ ഒരു അത്യാവശ്യം വന്നപ്പോഴത്തേക്കും എംപ്ലോയർ എന്ന് പറഞ്ഞു ഒരു 5 lakh rupees എനിക്ക് എംപ്ലോയർ തരികയാണ്.
എന്താണ് ഞങ്ങൾ നമ്മളുടെ കണ്ടീഷൻ? എല്ലാ മാസവും 5000 രൂപ വെച്ച് എൻ്റെ ഡിഡക്ട് ചെയ്തോ. സോ ദാറ്റ് മീൻസ് ഈ 5 lakh ആണ് എന്ത്? അഡ്വാൻസ് എഗെയിൻസ്റ്റ് സാലറി. ഒരിക്കലും അത് എന്തല്ല, സാലറി അല്ല. ഇതെന്താണ്? ഒരു ലോണാണ്. അയാൾക്ക് എന്താണ് ഉറപ്പ്? എന്താണ്? ഞാൻ അവിടുത്തെ എംപ്ലോയി ആണ്, എൻ്റെ കയ്യിൽ നിന്ന് മാസം 5000 വെച്ച് പിടിക്കാം. സോ ദാറ്റ് മീൻസ് എംപ്ലോയർ ഒരു ലോൺ കൊടുക്കുന്ന എഫക്റ്റേ വരത്തുള്ളൂ. എന്ത്? അഡ്വാൻസ് എഗെയിൻസ്റ്റ് സാലറി. ഓക്കെ, ദെൻ വെരി ഇമ്പോർട്ടൻറ്റ്, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ. ശ്രദ്ധിച്ചോണം, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അല്ല, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് in excess of 12% of salary, 12% of employee salary. Then interest credited to RPF in excess of 9.5% per annum. വലിയ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഒരു 2 മെയിൻ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ശ്രദ്ധിച്ചോളാം, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എടുത്ത് പറയും. Then transferred balance from URPF to RPF being employer contribution and interest on employer contribution. URPF ൽ നിന്ന് unrecognized provident fund ൽ നിന്ന് recognized provident fund ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് employer contribution plus employer contribution against the interest. Okay, any payment received in respect of any period of leave salary. Then we already discussed leave salary, the contribution made by central government or any other employer in the previous year, the amount of employee under pension scheme referred in section 80cc chapter 68 പഠിക്കുന്നതാണ്. Okay, so wage, annuity, gratuity അങ്ങനെ എല്ലാം ചേർന്നിട്ടാണ് അതിന്റെ ഇൻക്ലൂസീവ് ഡെഫിനിഷൻ ആണ് സാലറി ഇൻക്ലൂഡ്സ്. ഓക്കെ എന്നാണ് പറയുന്നത്. wages includes the following. Salary includes the following. Section 17 subsection 1 salary definition. Okay, then next one, profit in lieu of salary 17 subsection 3. 17 subsection 3. So yeah, any amount of compensation due or received by an assessee from his employer or former employer at or in connection with the termination of his employment or modification of terms and conditions of employment. ഒന്നുകിൽ ടെർമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻ മോഡിഫൈ ചെയ്ത് കിട്ടുന്ന എമൗണ്ടിനെ നമുക്ക് എന്താ പറയാം? പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി. പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് 17(1) പ്രകാരം എന്താണ്? പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി includes in salary. Okay, salary includes profit in lieu of salary also. Okay, any payment due to or received by an assessee from his employer or former employer from a provident fund or other fund other than. Okay, so already നമ്മൾ എന്താണ് 17(1) പ്രകാരം ഗ്രാറ്റുവിറ്റി പറഞ്ഞു കഴിഞ്ഞു. 10 subsection 10 pension, 10 subsection 10a retention compensation, 10 subsection 10b provident fund, URPF വരുന്ന 10 subsection 12, URPF വരുന്ന 10 subsection 13 കാര്യങ്ങളെല്ലാം വരുന്ന നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്രൂവ്ഡ് സൂപ്പറാനുഷൻ 10 subsection 11, HRA 10 subsection 13e. Okay, to the extent it which does not constitute employees contribution or interest on such contribution. Okay, ഇതിനകത്തെല്ലാം എന്താണ്? ഒരു പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് കിട്ടുന്നത് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനോ അതിന്റെ ഇൻട്രസ്റ്റോ ആയിരിക്കണം. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഇതിനകത്ത് വരത്തില്ല. സോ ഓൾറെഡി എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ മീൻസ് എന്താണ്? എംപ്ലോയിക്ക് സാലറിയിൽ നിന്ന് കിട്ടുന്നതിന് കട്ട് ചെയ്യുന്നതാണ്. അത് വീണ്ടും പിടിച്ച് ടാക്സ് ചെയ്യുക. പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി എന്ന് ടാക്സ് ചെയ്യണമെങ്കിൽ ഡബിൾ ടാക്സേഷൻ വരും. അതുകൊണ്ട് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഒക്കെ എന്തായിട്ട് മാറുകയാണ്? ഇതിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. അത് പ്രോഫിറ്റ് ഇൻ ലിeu ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, എനി പേയ്മെന്റ് ഓഫ് URPF for such other fund to the extent which does not consist of contribution of assessee on which contribution assessee or interest on such contribution. Okay, so നേരത്തെ സാലറി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. URPF നിന്ന് RPF-ലേക്കുള്ള ട്രാൻസ്ഫർ വരുന്നത് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ പ്ലസ് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ അഗൈൻസ്റ്റ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇത്രയും ഇതിനകത്ത് വരും സാലറി വരും. ഓക്കെ, സോ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി. ദെൻ ഓക്കെ, മേജർ ഏരിയയിലേക്ക് കിടക്കുന്ന ഫസ്റ്റ് ഗ്രാറ്റുവിറ്റി 10 subsection 10. So gratuity received, gratuity ശ്രദ്ധിക്കുക, section 10 subsection 10 ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് രണ്ട് രീതിയിലാകാം. ഞാൻ എംപ്ലോയ്മെന്റിലുള്ളപ്പോൾ, ദാറ്റ് മീൻസ് ഞാൻ സർവീസിലുള്ളപ്പോൾ കിട്ടിയാൽ എന്താണ്? ഫുള്ളി ടാക്സബിൾ. ഞാൻ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും എനിക്ക് എന്ത് ചെയ്തു? ഈ കിട്ടുന്ന സർവീസിന്റെ ടൈമിൽ ഞാൻ ജോലിയിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഗ്രാറ്റുവിറ്റി ഫുള്ളി ടാക്സബിൾ. ദെൻ അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ്, സോ റിട്ടയർമെന്റിനാണ് എനിക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുന്നെങ്കിൽ എന്റെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഞാൻ ഗവൺമെന്റ് എംപ്ലോയി ആണോ അതേഴ്സ് ആണോ? ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ എന്താണ്? ഫുള്ളി എക്സംപ്റ്റഡ്.
എക്സംപ്റ്റഡ് അല്ലെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ്. സോ അതേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും, എനിക്ക് കിട്ടുന്ന ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരമാണോ കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രാറ്റുവിറ്റി ആക്ട് അല്ല, എംപ്ലോയറുടെ വേറെ ഏതെങ്കിലും ഗ്രാറ്റുവിറ്റി ആക്ട് അല്ലാത്ത വേറെ ഏതെങ്കിലും ആക്ട് പ്രകാരം. സോ കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് 1972, not covered under gratuity act 1972. Okay. So 1972 gratuity act cover ചെയ്യുകയാണെങ്കിൽ least of the following is exempted. exemption കിട്ടുന്നു, fully exemption. ഇവിടെ ഗവൺമെന്റ് എംപ്ലോയി ആണ്, fully exemption കിട്ടത്തില്ല. ഈ പറയുന്നതിലെ ലീസ്റ്റ് എത്രയാണോ അത്ര എക്സംഷൻ കിട്ടും. അത് കുറച്ചുള്ള മിച്ചമുള്ള എന്ത് ചെയ്യണം, ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ആയിട്ട് വരികയും ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് വൺ നോക്കാം. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റഡ്. ലീസ്റ്റ് ഫസ്റ്റ് വൺ എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ആയിട്ടുള്ള 20 lakhs. സോ 2000 കഴിഞ്ഞ മുമ്പത്തെ വർഷം അമെൻമെന്റ് വന്നാണ്. ലാസ്റ്റ് ഇയറിലെ അമെൻമെന്റ് അല്ല, ബട്ട് അമെൻഡഡ് ആണ്. ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്. ദെൻ ഇനിയാണ് ഒരു കമ്പ്യൂട്ടേഷൻ വരുന്നത്. 15/26 into last drawn salary into completed years of service, part in excess of 6 months. Completed years of service, part in excess of 6 months. Okay, 15/26 into last drawn salary into completed years of service, part in excess. That means ഞാൻ അവിടെ 29 years and 7 months വർക്ക് ചെയ്യാൻ ഈ പർട്ടിക്കുലർ കമ്പ്യൂട്ടേഷൻ എത്രയായിട്ട് എടുക്കും, 30 years. ഓക്കെ, സോ ഇവിടെ ലാസ്റ്റ് ഓൺ സാലറി മീൻസ് ബേസിക് പ്ലസ് ജസ്റ്റ് ഡി എ. ബേസിക് ശ്രദ്ധിച്ചോണം, ബേസിക് പ്ലസ് ഡി എ. ഓരോ സാലറി കമ്പ്യൂട്ടേഷനകത്തും ഇത് ഓരോ എക്സംഷൻ കമ്പ്യൂട്ടേഷനകത്തും സാലറി ഫോർ ദാറ്റ് സെക്ഷൻ ഓൺലി, അല്ലാണ്ട് വേറെ ഒന്നും എടുക്കില്ല എന്നുള്ള രീതിയിൽ പറയുന്നത്. സോ സാലറി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഫോർമാറ്റ് പ്രകാരം എല്ലാം ആഡ് ചെയ്യും. ഓരോ പർട്ടിക്കുലർ സെക്ഷനിലെ എക്സംഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്താണ്, ആ എക്സംഷൻ കണ്ടുപിടിക്കാനായിട്ട് 15/26 into ലാസ്റ്റ് ഓൺ സാലറി. സോ ഇവിടെ ലാസ്റ്റ് ഓൺ സാലറി മീൻസ് എന്താണ്, ബേസിക്കും ഡി ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ലാസ്റ്റ് ഓൺ സാലറി. അതാണ് 15/26 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഇഫ് നോട്ട് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് 1972. ഗ്രാറ്റുവിറ്റി ആക്ട് 1972 പുറകിൽ വരുന്നില്ലെങ്കിൽ രണ്ടെണ്ണം സെയിം ആണ്. എന്താണ് നോക്കുക, 20 lakh actual gratuity receipt. Then computation ആണ് 1/2 into average salary of last 10 months. Every completed years. That means fraction ignored. ഇവിടെ 29 years and 7 months ആണെങ്കിൽ 30 എടുക്കും. ഇവിടെ 29 years and 11 months വന്നാൽ പോലും എടുക്കില്ല, ഫ്രാക്ഷൻ എടുക്കില്ല, കംപ്ലീറ്റ് ആയിട്ടുള്ളത് മാത്രം എടുക്കും. ഇവിടെ average salary of last 10 months immediately preceding the month of retirement. റിട്ടയർമെന്റ് ആകുന്ന മന്തിന് മുമ്പുള്ള മന്ത് വരെയാണ് എടുക്കുന്നത്. ഇവിടെ സാലറി മീൻസ് ബേസിക് പ്ലസ് DA in terms of employment. Okay. DA in terms of employment plus commission as a percentage of turnover achieved. Sometimes commission direct flat commission തരും. അത് എന്തിലെടുക്കില്ല, അത് taxable salary അല്ലാന്ന് പറഞ്ഞിട്ടില്ല. Salary includes commission also. But 10 subsection 10ലെ exemption compute ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ എന്തേ എടുക്കത്തുള്ളൂ, കമ്മീഷൻ ആസ് എ ടേൺ ഓവറിന്റെ പെർസെന്റേജ് ആയിട്ട് കിട്ടുന്ന കമ്മീഷൻ മാത്രമേ എടുക്കുള്ളൂ. ഓക്കെ, സോ ദാറ്റ് മീൻസ് 10 subsection നമുക്ക് എങ്ങനെ സം അപ്പ് ചെയ്യാം, ഡ്യൂറിംഗ് എംപ്ലോയ്മെന്റ്. ദാറ്റ് മീൻസ് എംപ്ലോയ്മെന്റ് ടൈമിൽ കിട്ടുന്ന സാലറി എന്താണ്, ഗ്രാറ്റുവിറ്റി എന്താണ്, ഫുള്ളി ടാക്സബിൾ. അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ എന്താണ്, ഫുള്ളി എക്സംപ്റ്റഡ്. അതർ ദാൻ നോൺ ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ ഇത് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 പെർവ്യൂവിൽ വരുന്നതാണെങ്കിൽ ലീസ്റ്റ് 20 lakh actual gratuity, 15/26 into last drawn salary into completed years of service, part in excess of 6 months. Okay, so our last drawn salary എങ്ങനെയാണ് എടുക്കുന്നത്, basic plus just DA. Okay, that means DA ഏത് DA ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും full DA എടുക്കും. Then not covered under gratuity act 1972, list of the following accepted, 1/2 into average salary of last 10 months into completed years of, അവിടെ എന്താണ്, ഫ്രാക്ഷൻ എടുക്കില്ല. എത്രയാണോ കംപ്ലീറ്റഡ് ഇയേഴ്സ് അത്ര എടുക്കുള്ളൂ. ദെൻ 20 lakhs ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്. ഓക്കെ, പെൻഷൻ. ശ്രദ്ധിക്കാം, പെൻഷൻ സെക്ഷൻ 10 subsection 10A നമ്മൾ രണ്ട് രീതിയിലാണ് എടുക്കുന്നത്. 10 subsection 10A കമ്മ്യൂട്ടഡ് പെൻഷൻ ആണ്. പക്ഷേ കുറച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കേണ്ടത് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ഉണ്ടാകാം. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ, ദെൻ കമ്മ്യൂട്ടഡ് പെൻഷൻ.
Uncommuted pension and commuted pension. Uncommuted pension fully taxable. Fully taxable. Well, government employee ആണെങ്കിലും ശരി നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും ശരി എന്താണ് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ആണോ മൊത്തം ടാക്സ് കൊടുത്തിരിക്കണം. ഓക്കെ, പുള്ളി എന്തിലും സാലറിയിലും ടാക്സബിൾ പെൻഷൻ ആയിട്ട് വരും. സോ കമ്മ്യൂട്ടഡ് പെൻഷൻ ആണെങ്കിൽ വീണ്ടും എന്താണ് നേരത്തെ പറഞ്ഞത് രണ്ട് രീതിയിൽ തിരിക്കും. രണ്ട് രീതിയിൽ ഗവൺമെന്റ് എംപ്ലോയി, നോൺ ഗവൺമെന്റ് എംപ്ലോയി. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ എന്താണ് ഫുള്ളി എക്സംപ്റ്റഡ്, എന്താണ് ഒന്നും ടാക്സ് അടക്കണ്ട. നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അയാൾക്ക് ഈ പറയുന്ന പർട്ടിക്കുലർ എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നോട്ട് ഇൻ റെസിപ്റ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി. സോ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ജസ്റ്റ് ഉണ്ടോ ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് പെൻഷൻ കണ്ടുപിടിക്കാനായിട്ട് വരും. ആ പറയുന്ന പർട്ടിക്കുലർ എംപ്ലോയി, നോൺ ഗവൺമെന്റ് എംപ്ലോയി ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ട്, ബട്ട് ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ പരിധിയിലല്ല. ഇവിടെ ഒരിക്കലും 10 സബ്സെക്ഷൻ 10A ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരമാണോ അല്ലയോ എന്ന് പറഞ്ഞിട്ടില്ല. എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ടോ, ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരമല്ലാത്തതോ അല്ലാത്തതായിട്ടുള്ള ഏതെങ്കിലും ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ എക്സംഷൻ ഈസ് 1/3 into amount of pension. Okay. Amount of pension is fully commuted. Amount of pension is fully commuted. Very important working. Then gratuity receive ചെയ്യുന്നില്ല എങ്കിൽ എന്താണ് എക്സംഷൻ കിട്ടുന്നത്? 1/2 into amount of pension is fully commuted. So that means ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ, കമ്മ്യൂട്ടഡ് പെൻഷൻ. എന്താണ് ഈ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ? ഇവിടെ പറഞ്ഞിട്ടുണ്ട് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ്ഡ് പീരിയോഡിക്കലി. ദാറ്റ് മീൻസ് ഞാൻ റിട്ടയർ ആയി കഴിഞ്ഞപ്പോൾ ഉള്ള കാര്യം പറഞ്ഞു കേട്ടില്ലേ, മാസാമാസം പെൻഷൻ വാങ്ങിക്കാൻ പോവാം. സോ ദാറ്റ് മീൻസ് അതെന്താണ് കിട്ടുന്നത്? പീരിയോഡിക്കലി ഓരോ മാസവും കിട്ടുന്ന പെൻഷനെ നമുക്ക് എന്താണ് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ. സോ ബട്ട് കമ്മ്യൂട്ടഡ് പെൻഷൻ മീൻസ് ലംസം എമൗണ്ട് ടേക്കൺ ബൈ കമ്മ്യൂട്ടിംഗ് ദ ഹോൾ ഓർ പാർട്ട് ഓഫ് ദ പെൻഷൻ. സോ ഞാൻ റിട്ടയർ ആയി, മാസാമാസം എനിക്ക് 5000 രൂപ കിട്ടുന്നുണ്ട്. കുറച്ചായപ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് അതിന്റെ 60% അല്ലെങ്കിൽ എത്രയെങ്കിലും ഞാൻ കമ്മ്യൂട്ട് ചെയ്ത് ലംസം എമൗണ്ട് വാങ്ങിക്കണമെങ്കിൽ ആ ഫിഗറിന് നമുക്ക് എന്ത് പറയാം? കമ്മ്യൂട്ടഡ് പെൻഷൻ. ഓക്കെ, സോ അൺകമ്മ്യൂട്ടഡ് ആണോ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും അല്ലെങ്കിലും എന്താണ് ഫുള്ളി ടാക്സബിൾ. സോ കമ്മ്യൂട്ടഡ് പെൻഷൻ ആണെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയിസിന് ടാക്സ് അടക്കിയേ വേണ്ട, ഫുള്ളി എക്സംപ്റ്റഡ്. നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ എന്താണ് അയാൾക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ അത് 100% കമ്മ്യൂട്ടഡ് ആയിരുന്നെങ്കിൽ 1/3. ദെൻ ഗ്രാറ്റുവിറ്റി കിട്ടുന്നില്ല എങ്കിൽ 1/2 allowed as deductions. Okay, so very important, leave salary. Next one, leave salary. Very important. Section 10 subsection 10AA. Section 10 subsection 10AA, leave salary during employment at the time of retirement. Okay, during employment at the time of retirement. And the scenario number during employment fully taxable. During employment fully taxable. During employment at the time of retirement. During employment is fully taxable. Fully taxable. Then at the time of retirement, government employee, non-government employee. Okay. So government employee എന്താണ് exempted, fully exempted. Other than government employee, non-government employees. Okay. So government type non-government employees. Least of the following is exempted. Okay. Statutory limit 3 lakh. Actual leave salary 10 into average 10 month salary. So retire ആവുന്നതിനുള്ള 10 months average നേരത്തെ കണ്ടുപിടിച്ചു. Then ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് leave credit into average 10 months salary. Okay. ഇവിടെ salary means basic plus DA in terms of employment plus commission as a percentage of turnover achieved. Okay. Normally ഒരാൾക്ക് എലിജിബിൾ ആകുന്നത് 30 days ആണ്. സോ അതിന്റെ ബേസിലാണ് നമ്മൾ എലിജിബിൾ ലീവ് ഒരു വർഷം കിട്ടുന്ന 30 days ആണ്. അതിന്റെ ബേസിസിലാണ് നമ്മൾ ഈ ലീവ് ക്രെഡിറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ ലീവ് ക്രെഡിറ്റിന്റെ കമ്പ്യൂട്ടേഷൻ ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. ലീവ് ക്രെഡിറ്റിന്റെ ആ ഒരു കമ്പ്യൂട്ടേഷൻ ആണ് ഈ ഒരു ക്വസ്റ്റിനകത്ത് ഏറ്റവും ഈ ഒരു സെക്ഷനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ലീവ് ക്രെഡിറ്റ്. സോ ശ്രദ്ധിക്കാം. Leave salary received during employment is fully taxable. At the time of retirement, government employees are fully exempted. For non-government employees, 4 കാര്യങ്ങളുണ്ട്. Actual, then statute limit of 3 lakhs, then 10 into average 10 month salary,
average 10 months salary into 10, then leave credit into average 10 months salary, average salary of 10 months. That means retirement തൊട്ട് മുമ്പുള്ള 10 മാസത്തെ സാലറിയുടെ ആവറേജ്. സോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇതിനകത്ത് 4 കാര്യങ്ങളായിരുന്നു. നേരത്തെ എല്ലാം നമ്മൾ 3 കാര്യങ്ങളായിരുന്നു. ഇവിടെ 3 lakh ആക്ച്വൽ, 10 into average 10 months salary, leave credit. Okay, leave credit into average 10 months salary. 10 subsection 10b, retrenchment compensation. Okay. Retrenchment compensation, list of the following, list of the following. So 5 lakh actual compensation, 15 by 26 into average salary of 3 months into number of completed years of service, part in excess of 6 months. If retrenchment scheme is approved by central government, okay, so multiple choice at you can, then entire amount is exempt. Okay, so we have 5 lakh actual, 15 by 26 into average salary of 3 months into completed years of service, part in excess of 6 months. Okay, the entire retrenchment scheme is approved by central government, then entire amount is exempt. Entire amount is exempt. So basic plus the in terms of employee plus commission as a percentage of turnover achieved. Okay. Then next one, so very important, VRS, voluntary retirement scheme. So 10 subsection 10c exemption കിട്ടുന്ന least of the following ആണ്. Least of the following is allowed as exemption under section 10 subsection 10c. So 5 lakh actual, 3 into salary into completed years of service, then last drawn salary into remaining months of service left. Where salary means basic plus DA in terms of employment plus commission as a percent of turnover achieved. Okay, and the multiple choice in notes shall be allowed in once in lifetime of assessee. That means employee VRS ഇടയ്ക്കിടയ്ക്ക് VRS എടുക്കാൻ നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു തവണ എന്തെടുത്തുള്ളൂ ഈ എക്സംഷൻ കിട്ടുള്ളൂ. Where the relief has been allowed to any assessee under section 89. Okay, so that means the arrears in the case of 89 നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. In respect of voluntary retirement there is then no exemption under. So 89 relief കിട്ടുകയാണെങ്കിൽ എന്താണ് ഈ VRS നെഗറ്റ്സ് 89 റിലീഫ് ഉണ്ടെങ്കിൽ 10 subsection 10c എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ VRSന്റെ ഗൈഡ് ലൈൻസ് കൂടെ പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സിന് വരാം. സോ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ഇത് ഓൾറെഡി ഫോളോ ചെയ്യുന്നു എന്നേ വരത്തുള്ളൂ. സോ പ്രോബ്ലം ചെയ്യാൻ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ആക്ച്വൽ, ഇവിടെ 4 കാര്യങ്ങൾ, 3 into last on salary into completed years of service, completed fully years of service, then last on salary into remaining months of service. Okay, remaining months of service left. Then employee must have been complete, ഒന്നെങ്കിൽ 10 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ 40 വയസ്സ് അറ്റൈൻ ചെയ്തിരിക്കണം. ഓക്കെ, പബ്ലിക് സെക്ടർ കമ്പനിയിലാണെങ്കിൽ ഇത് ഈ പറയുന്ന ഒരു ഗൈഡ് ലൈൻ വരത്തില്ല. 10 years സർവീസ് അല്ലെങ്കിൽ 40 years ഓഫ് എന്ന് വരത്തില്ല. എംപ്ലോയി മസ്റ്റ് നോട്ട് ബി എ ഡയറക്ടർ, കമ്പനിയുടെ ഡയറക്ടർ ആകരുത്. ദെൻ തേർഡ് സെനാരിയോ എന്താണ്, സ്കീം റിസൾട്ട് ഇൻ ഓവറോൾ റിഡക്ഷൻ ഓഫ് എക്സിസ്റ്റിംഗ് സ്ട്രെങ്ത്തിലെ റിഡക്ഷന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. വേക്കൻസി കോസ്റ്റ് ബൈ VRS നോട്ട് ഫിൽഡ് അപ്പ്. The retiring employee shall not be employed in any other company or company belongs to same management. Okay. So VRS ന്റെ ഉദ്ദേശം എന്താണ്, വർക്ക് ഫോഴ്സ് റെഡ്യൂസ് ചെയ്യുക. സോ അവിടെ വെച്ചിട്ട് എന്താണ്, അതേ മാനേജ്മെന്റ് ആണല്ലോ വേറെ കമ്പനി ജോയിൻ ചെയ്തത്. സോ VRS വർക്ക് ഫോഴ്സ് റെഡ്യൂസ്, VRS എടുത്തു പോയ എംപ്ലോയിഡ് വേക്കൻസിയിൽ എന്തായിരിക്കണം, വേറെ ആളെ ഫിൽ ചെയ്യാൻ പാടില്ല എന്ന്, അതിനെയാണ് എന്ത് പറയുന്നത്, VRS എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് കമ്പനിയുടെ വർക്ക് ഫോഴ്സ് കുറച്ചിട്ട് ആ ഒരു എന്താണ് സാലറി അല്ലെങ്കിൽ വേജ് കൊടുക്കുന്ന കുറച്ച് ഇൻക്രിമെന്റ് എന്താണ് ബെനിഫിറ്റ് ഉണ്ടാക്കാന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ആക്ച്വലി VRS അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കണ്ടീഷൻ. ഒന്നേ 10 വർഷം അവിടെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ 40 years കഴിഞ്ഞ് എംപ്ലോയി ആയിരിക്കണം, ഡയറക്ടർ ആകാൻ പാടില്ല. കമ്പനിയുടെ എംപ്ലോയി സ്ട്രെങ്ത് കുറയ്ക്കാൻ വേണ്ടിയാണ്. സോ ആ ഒരു വേക്കൻസി ഫിൽ ചെയ്യാൻ പാടില്ല. സെയിം മാനേജ്മെന്റ് അണ്ടറിൽ വേറെ എവിടെ ഈ പറഞ്ഞ VRS കോമ്പൻസേഷൻ എടുക്കുന്നവർ കൂടുതലായിട്ട് കയറി വരാം, ശ്രദ്ധിക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂലെ ഗ്രാറ്റുവിറ്റിയും പെൻഷനും നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്ന പെർക്യൂസിറ്റ്സ് ഒക്കെ ഒത്തിരി ചോദിച്ചു വരുന്ന. നെക്സ്റ്റ് വൺ ഇവിടെ വന്ന് ശ്രദ്ധിക്കാം. 2 സെനാരിയോ ആണ്, സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട്, അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട്, സൂപ്പറാനുവേഷൻ ഫണ്ട്. അങ്ങനെ 4 കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത സെനാരിയോയിൽ സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ട്. ഒന്ന് ശ്രദ്ധിക്കാം, വെരി ഇമ്പോർട്ടൻറ്റ്. ഒത്തിരി ഏരിയയിൽ ഈ പറയുന്ന പ്രോവിഡന്റ് ഫണ്ടിന്റെ കേസസ് കയറി വരുന്നതാണ്. ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ട്
SPF, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്. ഇതിനകത്തോട്ട് ഒന്ന് ശ്രദ്ധിക്കാം, എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യും. ആരും കോൺട്രിബ്യൂട്ട് ചെയ്യും? എംപ്ലോയി കോൺട്രിബ്യൂട്ട് നടക്കണം, അത്രയും തന്നെ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യും. ദെൻ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇൻട്രസ്റ്റ് വരും, ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടാകും. ദെൻ റിട്ടയർമെന്റിൽ ലംസം എമൗണ്ട് കിട്ടും. ഓക്കെ, സോ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ രണ്ടുപേരുടെ കോൺട്രിബ്യൂഷൻ പോലത്തെ ഇൻട്രസ്റ്റ്. ദെൻ റിട്ടയർ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ലംസം. സോ ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിലേക്കാണെങ്കിൽ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ മീൻസ് എന്താണ്? എംപ്ലോയിയുടെ സാലറിന്ന് ഡിഡക്ഷൻ വരുന്നത്. അതിന് അഡീഷണൽ എന്ത് ബെനിഫിറ്റ് കിട്ടും? 80C ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, സോ ചാപ്റ്റർ 6A 80C ഡിഡക്ഷൻ ആയിട്ട് കിട്ടും നമുക്ക് എന്ത്? എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ നോട്ട് ടാക്സബിൾ. എന്താണ്ട്? സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ആയിട്ട് നോട്ട് ടാക്സബിൾ. ഇൻട്രസ്റ്റ് അതായത് വർഷം ക്രെഡിറ്റ് ആകുന്നത് നോട്ട് ടാക്സബിൾ. ഈ ലംസം എമൗണ്ട് കിട്ടുന്നതും എന്താണ്? 10 സബ്സെക്ഷൻ 11 പ്രകാരം fully exempted. So സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്ത എംപ്ലോയിക്ക് എന്ത് ഗുണം ഉണ്ടാവും? 80C ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ബിക്കോസ് സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്തില്ല, ബിക്കോസ് ഓൾറെഡി എന്താണ് സാലറി അതിൽ നിന്ന് ഡിഡക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. സോ അവിടെ എഫക്ട് വരില്ല. എന്ത് കിട്ടും? അഡീഷണൽ ആയിട്ട് 80C ഡിഡക്ഷൻ കിട്ടും. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിലോട്ടാണെങ്കിൽ നോട്ട് ടാക്സബിൾ. സോ ദാറ്റ് മീൻസ് റൈറ്റ് നൗ കയ്യിൽ കിട്ടുന്നില്ല. എന്താണ്? പ്രൊവിഡന്റ് ഫണ്ടിലേക്കാണ് പോകുന്നത്, ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യില്ല. സോ ഇവിടെ രണ്ടുപേരുടെയും പുറത്ത് എന്ത് കിട്ടും? ഓരോ വർഷവും ഇൻട്രസ്റ്റ് കിട്ടും, അത് ക്രെഡിറ്റ് ചെയ്യും. ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് അത് ടാക്സ് ചെയ്യത്തില്ല. ലംസം എമൗണ്ട് കിട്ടുമ്പോൾ എന്താണ്? ഫുള്ളി എക്സംപ്റ്റഡ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 11 സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സിൽ പലയിടത്ത് വേറെ കയറി വരുമ്പോഴത്തേക്ക് നോക്കിയിട്ട് 80C ഇതൊക്കെ വരുന്നത് 80C നമ്മൾ ചാപ്റ്റർ 6A ഡിഡക്ഷൻ ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് കയറി വരുന്നതാണ്, ഓർത്ത് വെച്ചോണം. ദെൻ സെക്കൻഡ് സെനാരിയോ recognized product, very important. Okay, RPF-ലേക്കാണ് recognized provident fund. recognized provident ഫണ്ടിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കോൺട്രിബ്യൂഷൻ എന്തൊക്കെ വരാം? എംപ്ലോയിയുടെ വരാം, എംപ്ലോയി കോൺട്രിബ്യൂഷൻ വരാം, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ വരാം. ഇതിൽ നിന്ന് എന്ത് കിട്ടാം? ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യാം. ദെൻ ലംസം എമൗണ്ട് റിട്ടയർ ചെയ്യുമ്പോൾ ലംസം എമൗണ്ട് കിട്ടും. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? 80C ഡിഡക്ഷൻ ആയിട്ട് എലിജിബിൾ ആണ്. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? അപ് ടു 12% ഓഫ് സാലറി. എംപ്ലോയിയുടെ സാലറിയുടെ 12% വരെ എക്സംപ്റ്റഡ് ആണ്. അതിന് മുകളിലോട്ടാണെങ്കിൽ എക്സംപ്റ്റ് അപ് ടു 12% ഓഫ് സാലറി. അതിന് മുകളിലോട്ടാണെങ്കിൽ എന്താണ്? നമ്മൾ ഓൾറെഡി 17 സബ്സെക്ഷൻ 1 പഠിച്ചിട്ടുണ്ടായിരുന്നു. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ എക്സസ് ഓഫ് 12% ഓഫ് കോൺട്രിബ്യൂഷൻ ടു RPF. Okay, so that means ഇവിടെ സാലറി മീൻസ് എന്താണ്? സാലറി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈ 12% സാലറി. സാലറി മീൻസ് ബേസിക് പ്ലസ് DA in terms of employment plus commission as a percentage of turnover achieved. Okay, then interest credit ആകുന്നതോ ഇതും 17 സബ്സെക്ഷൻ 1 ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡിഫറെന്റ് എങ്കിൽ ഞാൻ അത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 9.5% കൂടുതൽ per annum ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ എന്താണ്? ആ എക്സസ് കിട്ടുന്ന എന്തിലാണ് ടാക്സ് ചെയ്യും? സാലറിയിൽ ടാക്സ് ചെയ്യും. ലംസം എമൗണ്ട് കിട്ടുന്നതോ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 12 പ്രകാരം ഫുള്ളി എക്സംപ്റ്റ് ആണ്. ബട്ട് ഇങ്ങനെ ഒരു എക്സംപ്ഷൻ കിട്ടണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. സോ ഫുള്ളി എക്സംപ്ഷൻ കിട്ടാനായിട്ട് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻസ് ആണ് കണ്ടീഷൻസ് ഫോർ എക്സംപ്ഷൻ അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ. എംപ്ലോയി ഹാസ് റെൻഡർ സർവീസ് 5 years or more. ഇപ്പം 5 വർഷമോ അതിൽ കൂടുതലോ എന്തായിരിക്കണം? എംപ്ലോയി സർവീസ് റെൻഡർ ചെയ്യണം. ഇഫ് ലെസ് ദാൻ 5 years എക്സംപ്ഷൻ allowed in respect of employee contribution and interest shall be withdrawn. അതിൽ കുറവാണെങ്കിൽ വിഡ്രോ ചെയ്യും. However, in the following case, ഈ 5 വർഷം എന്നുള്ളത് വേണ്ടാത്ത എംപ്ലോയി റിട്ടയർഡ് ഡ്യൂ ടു ഇൽ ഹെൽത്ത്. എംപ്ലോയിക്ക് ഇനി എന്താണ്? ആ ഒരു വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇൽ ഹെൽത്ത്, അതായത് എംപ്ലോയിയുടെ കയ്യിലുള്ള റീസൺ അല്ല. അത് ഞാൻ അവിടുന്ന് പിരിഞ്ഞു പോകല്ല, എനിക്കൊട്ടും ഇൻകപ്പാസിറ്റി ആയി കഴിഞ്ഞാൽ എന്താണ്? ഇൽ ഹെൽത്ത് വന്നു കഴിഞ്ഞാൽ ആ കേസ്. ദെൻ നെക്സ്റ്റ് എംപ്ലോയർ റിട്ടയർഡ് ഡ്യൂ ടു ഷട്ട് ഡൗൺ ഓഫ് എംപ്ലോയർ ബിസിനസ്. എംപ്ലോയറുടെ ബിസിനസ് 5 വർഷത്തിന് മുമ്പ് ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്തപ്പോൾ എനിക്കത് കിട്ടില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അത് എംപ്ലോയറുടെ കയ്യിലുള്ള റീസൺ അല്ല, അല്ലെങ്കിൽ എംപ്ലോയറുടെ പാർട്ടിൽ നിന്ന റീസൺ അല്ല. എംപ്ലോയർ എന്ത് ചെയ്തു? ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്താൽ 5 വർഷത്തിൽ താഴെയാണെങ്കിലും 10 സബ്സെക്ഷൻ 12 ഫുള്ളി എക്സംപ്ഷൻ കിട്ടും. എംപ്ലോയി ഹാസ് റിട്ടയർഡ് വിത്ത്
instruction that his balance of RPF is transferred to the new employer. New employer ട്രാൻസ്ഫർ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ അവിടെ കൂടെ കഴിയുമ്പോഴത്തേക്കും 5 വർഷം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, 10 സബ്സെക്ഷൻ 12 എക്സംഷൻ കിട്ടും. ഓക്കെ, സോ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ 80C കിട്ടും. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ 12% ഓഫ് സാലറി കഴിഞ്ഞാൽ സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇൻട്രസ്റ്റ് 9.5% കഴിഞ്ഞാൽ 17.1 10 സബ്സെക്ഷൻ 12 ഫുള്ളി എക്സംഷൻ ആണ്. 5 വർഷം അതിൽ കൂടുതൽ വേണം എന്നുള്ളതാണ് നോർമൽ കണ്ടീഷൻ. എംപ്ലോയിയുടെ ഹെൽത്തോ അല്ലെങ്കിൽ എംപ്ലോയർ ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്യുക അല്ലെങ്കിൽ പുതിയ എംപ്ലോയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ വെരി ഇമ്പോർട്ടൻറ്റ്, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലോട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ, ദാറ്റ് മീൻസ് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല, അതോറിറ്റി റെക്കഗ്നൈസ് ചെയ്യാത്ത പ്രൊവിഡന്റ് ഫണ്ടിലാണ്. ഇവിടെ എന്തുണ്ടാവും, എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാകും. ഇതിൽ നിന്നൊക്കെ തന്നെ വീണ്ടും കിട്ടും, ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യും, ലംസം, ഈ ലംസം എമൗണ്ടിനാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, ഇഗ്നോർ ചെയ്യണം, അതായത് 80C ഡിഡക്ഷൻ ഇവിടെ കിട്ടില്ല. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ നോട്ട് ടാക്സബിൾ, ക്രെഡിറ്റ് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്താണ്, ഇഗ്നോർഡ് ആണ് അല്ലെങ്കിൽ എക്സംപ്റ്റ് ആണ്. സോ അപ്പോൾ നമുക്ക് തോന്നും RPF റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലാണെങ്കിൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ 12% മുകളിലാണെങ്കിൽ ടാക്സ് ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റ് കിട്ടുന്നത് 9.5% മുകളിലാണ് ടാക്സ് ചെയ്യുന്നത്. ബട്ട് അവിടെ എന്താണ് 10 സബ്സെക്ഷൻ 12 ലംസം എമൗണ്ട് എന്താണ്, എക്സംപ്റ്റ് ആണ്. ഇവിടെ കണ്ടു, ലംസം എമൗണ്ട് കിട്ടുകയാണെങ്കിൽ ഇവിടെയാണ് ഏറ്റവും ഇതുവരെ കിട്ടിയ ബെനിഫിറ്റ് എല്ലാം എന്താണ് ഒറ്റയടിക്ക്. ദാറ്റ് മീൻസ് ഒരു ഹ്യൂജ് ഫിഗറിനായിരിക്കും വരുന്നത്, ഓരോ വർഷവും കിട്ടേണ്ടതെല്ലാം കൂടി ഒറ്റയടിക്കും. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അല്ലേ, നേരത്തെ എന്താണ് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, അതെന്താണ് എംപ്ലോയി ഓൾറെഡി ഞാൻ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തത്, എന്നെ പിടിച്ച് വീണ്ടും ടാക്സ് അടിക്കുന്നുള്ളത്, അത് ഇഗ്നോർ, ടാക്സ് ചെയ്യില്ല. ബട്ട് ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അല്ലെ കുറെ വർഷമായിട്ട് കൊടുക്കില്ല, അതിന് ഇൻട്രസ്റ്റ് കിട്ടത്തില്ല, അതെവിടെ ചാർജ് ചെയ്യും, ഇൻകം ഫ്രം അതർ സോഴ്സിൽ ടാക്സ് ചെയ്യും. ദെൻ പിന്നെ എന്താണ്, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ അഗൈൻസ്റ്റ് ഉള്ള ഇൻട്രസ്റ്റ്. ഇത് രണ്ടും എവിടെ ടാക്സ് ചെയ്യും, ഈ എംപ്ലോയർ കൊടുക്കാൻ കാര്യം എന്താണ്, എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ടല്ലേ കൊടുത്തത്, അതുകൊണ്ട് എവിടെ കൊണ്ട് പിടിച്ച് ടാക്സ് ചെയ്യും, സാലറി. ഇതാണ് നമുക്ക് വെരി ഇമ്പോർട്ടൻറ്റ്, എക്സാമിന് കയറി ചോദിക്കാവുന്നതാണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ടാക്സ് ചെയ്യുന്ന കേസ്, സാലറിയിൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ അഗൈൻസ്റ്റ് ഇൻട്രസ്റ്റ് മാത്രം എന്താണ് IFOS, ഇൻകം ഫ്രം അതർ സോഴ്സിൽ ടാക്സ് ചെയ്യും. വെരി ഇമ്പോർട്ടൻറ്റ്. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്കാണ്, റെക്കഗ്നൈസ് ചെയ്യാത്ത പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള സെനാരിയോ. ദെൻ നെക്സ്റ്റ് വൺ, സൂപ്പറാനുവേഷൻ ഫണ്ടിലേക്കാണെങ്കിൽ സൂപ്പറാനുവേഷൻ ഫണ്ടിലേക്ക് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ വിത്തൗട്ട് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എക്സംപ്റ്റ് അപ് ടു ഒരു അമെൻഡഡ് ആണ്. 1,50,000 ഒരു എക്സംപ്റ്റ്, അതിന് മുകളിലാണെങ്കിൽ എന്ത് ചെയ്യും, സാലറി ആയിട്ട് കണക്കാക്കും. ഇൻട്രസ്റ്റ് കൃത്യം എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നത്, ലംസം എമൗണ്ട് എക്സംപ്റ്റ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 13. അൺഅപ്രൂവ്ഡ് സൂപ്പറാനുവേഷൻ, ഇത് അപ്രൂവ്ഡ് സൂപ്പറാനുവേഷൻ ഫണ്ട്, അൺഅപ്രൂവ്ഡ് ആണെങ്കിൽ URPF അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിനോട് ഈക്വൽ ആയിട്ട് തന്നെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ കുഴപ്പമില്ല, 80C കിട്ടില്ല എന്നുള്ള എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ കുഴപ്പമില്ല, ഇൻട്രസ്റ്റ് കുഴപ്പമില്ല. ബട്ട് ലംസം കിട്ടുമ്പോൾ എന്താണ്, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം, ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഇൻട്രസ്റ്റ് IFOSലും എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ അഗൈൻസ്റ്റ് ആളുടെ ഇൻട്രസ്റ്റും എവിടെ ടാക്സ് ചെയ്യും, സാലറിയിലും ടാക്സ് ചെയ്യും. സോ വെരി ഇമ്പോർട്ടൻറ്റ് URPF. നെക്സ്റ്റ് വൺ, സോ വെരി ഇമ്പോർട്ടൻറ്റ് 10 subsection 13A, house rent allowance, HRA. HRA very important, section 10 subsection 13A. Least of the following is allowed as exemption, actual. That means HRA received salary, നമ്മുടെ സാലറി കാർഡിലേക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ അറിയാം, അത് കാണും. Rent paid minus 10% of salary. The salary means basic plus DA in terms of employee plus commission as a percentage of turnover achieved. Then 40% of salary. നേരെ മറിച്ച് നമ്മളെ സാലറി കിട്ടുന്നത് മെട്രോസിലാണെന്നുണ്ടെങ്കിൽ 50% of salary in case of metros. മുംബൈ, കൽക്കട്ട, ഡൽഹി ആൻഡ് ചെന്നൈ. മെട്രോസിലാണെന്നുണ്ടെങ്കിൽ 50%. Then ഇതാണ് 10 subsection 14 other allowances. മൂന്നെണ്ണം മെയിൻ ആയിട്ട് വരുന്നത്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് മാക്സിമം 100 per month per child, maximum 2 children. Children hostel allowance maximum 300 per month
per child, maximum 2 children. Transport allowance 3,200. So ഇത് ലാസ്റ്റ് ഇയറിൽ ഒരു അമെൻഡഡ് ആണ്. ആർക്ക് മാത്രമേ കിട്ടുള്ളൂ? ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്ക് ഈ ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് ശ്രദ്ധിച്ചോണം. ഈ പറയുന്ന പർട്ടിക്കുലർ എംപ്ലോയിക്ക് അയാളുടെ ഹൗസിൽ നിന്ന് അയാളുടെ ഓഫീസിലേക്കും ഓഫീസിൽ നിന്ന് തിരിച്ച് ഹൗസിലേക്ക് വരുന്ന അതിനെയാണ് ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് പറയുന്നത്. അല്ലാതെ അയാളുടെ വർക്കിന് വേണ്ടിയിട്ടുള്ള അലവൻസ് അല്ല. Then underground allowance 800 per month, tribal allowance 200 per month, allowance to the employee of transport undertaking, amount of received into 70% or rupees 10,000 per month, whichever is less. For traveling or tour allowance, conveyance allowance, uniform allowance, daily allowance, airport allowance, academic allowance or research allowance എല്ലാം എന്താണ് maximum up to actually spent. So ഇതൊക്കെ നമുക്ക് സംടൈംസ് കയറി വരുന്നതാണ് ക്വസ്റ്റ്യനിൽ. ആക്ച്വൽ സ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് അത് വരും. നമ്മൾ എപ്പോഴും കാണുന്നത് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ഹോസ്റ്റൽ അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ് ആണ്. സംടൈംസ് ട്രൈബൽ അലവൻസ് ഒക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു 10 സബ്സെക്ഷൻ 14 ഇത്രയും അലവൻസസ് ആണ് എക്സംപ്റ്റഡ്. ബാക്കിയുള്ള അലവൻസസ് എല്ലാം ഫുള്ളി ടാക്സബിൾ ആണ്.